ടാലി പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിൽസ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമന്റ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ സെയിൽസ് ബില്ലിന്റെ ചില കസ്റ്റമൈസേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ബില്ല് ചെയ്തറിയാൻ വേണ്ടി നമ്മൾ പേജ് അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. പേജ് അപ്പ് ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു IGST ബില്ലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, ഇന്റർസ്റ്റേറ്റ് ബില്ലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. നമ്മൾ ഇത് എൻ്റർ അടിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നേരത്തെ കണ്ടതിലും കുറച്ച് ഓപ്ഷനുകളോട് അധികം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ഡീറ്റെയിൽസുകളായിരിക്കും അതിലുണ്ടാവുക, നമ്മുടെ അഡ്രസ്സും മറ്റു വിഷയങ്ങളൊക്കെയാണ്. അതിൽ GST മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വിഷയങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഞാനിത് എൻ്റർ അടിച്ച് ഞാനിത് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിന്റ് വരും. നമുക്ക് നോക്കാം. നമുക്കിതിവിടെ പ്രിന്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് നോക്കാം. ഇത് സിമ്പിൾ ഫോർമാറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ടാലിയിലെ ഒരു നോർമൽ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കോൺഫിഗർ എന്നുള്ള ഓപ്ഷനിൽ പോവാണ്. ഫസ്റ്റത്തെ യൂസ് സിമ്പിൾ ഇൻവോയ്സ് ഫോർമാറ്റ് എന്നുള്ളത് ഞാൻ എൻ്റർ അടിച്ചപ്പോൾ അവിടെ നോ എന്നായി. നമുക്ക് അതത് സ്ഥലങ്ങളിൽ നോ എസും നോ അങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. നിലവിൽ ടാലിയിൽ ആദ്യം അങ്ങനെയല്ലായിരുന്നു, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ നമുക്കത് മാറി വരും. ഇനി നമുക്ക് ഒന്നുകൂടി അതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂവിൽ വലിയ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ Alt+Z അടിക്കുക. ഇത് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ ഇതാണ്, Alt+Z ആണ്. ഞാൻ Alt+Z അടിച്ചപ്പോൾ അത് സൂമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ GST ഇൻവോയ്സ് എന്ന ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ക്യാഷ് എന്നുള്ളതുണ്ട്. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ സെയിൽ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ബില്ലിൽ വന്ന അതേ ഓപ്ഷനാണ്, പക്ഷെ ഇവിടെ കുറച്ചുകൂടി ഓപ്ഷനുകൾ ഉണ്ടാവും. ഡെലിവറി, നോട്ട് ഡേറ്റ്, മോഡ് ഓഫ് പേയ്മെന്റ്, റെഫറൻസ് നമ്പർ, ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബയ്യർ എന്നുള്ളതും കൺസൈനി എന്നുള്ളതും രണ്ട് കോളങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. എന്താ വെച്ചാൽ നിലവിൽ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പേരിൽ ബില്ലടിക്കും, എന്നിട്ട് ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കയറാൻ നമ്മളത് എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്നത്, ഓക്കെ, ഷിപ്പ് ചെയ്യുന്നത്. അതായത് വേറെ സ്ഥലത്തേക്ക് കയറാൻ നമ്മൾ വേറെ ഗോഡൗൺക്കോ അതല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ചില ബില്ലുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിപ്പ് ടു ബിൽ ടു എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ ചെയ്യുന്നത്. ബില്ല് ഇവരെ പേരിലാണ്, ഷിപ്പ് അതായത് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗോഡൗൺക്ക് അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിൽ എത്തിക്കാൻ ഈ സാധനങ്ങൾ ഇവർക്കാണ് കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പല സമയങ്ങളിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത്, ഞാൻ മഞ്ചേരിയിൽ മലപ്പുറത്ത് ബിസിനസ് ചെയ്യാണ്, എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ എറണാകുളത്തുള്ള ടീം എന്നെ വിളിച്ചു, എനിക്ക് ഇത്രയും ഐറ്റംസുകൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എറണാകുളത്തുള്ള ടീമിനോട് പറയാണ്, ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു, അവരോട് പറഞ്ഞു എൻ്റെ പേരിൽ ബില്ലടിച്ചോളൂ, എന്നിട്ട് ഈ സാധനങ്ങൾ ഇന്ന കസ്റ്റമർ കൊടുത്തോളൂ എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനത്തെ ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത്തരം ചില ഇൻവോയ്സ് രീതികൾ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നറിയാം, ഇതിലെല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ബില്ലിന്റെ രൂപത്തിൽ ചെറിയൊരു മാറ്റം വന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി അടുത്തൊരു കോൺഫിഗറേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഷോ കസ്റ്റമർ സീൽ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതൊന്ന് ഹൈഡ് ചെയ്തിക്കാം. നമുക്ക് സീരിയൽ നമ്പർ ആവശ്യമുണ്ട്, ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്, ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാം, ആക്ച്വൽ ക്വാണ്ടിറ്റി അതിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. നിലവിൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഷോ റേറ്റ് ഉണ്ട്, ബിൽ വൈസ് ഡീറ്റെയിൽസ് വേണ്ട, ബാച്ച് ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല, ഗോഡൗൺ നെയിമിൻ്റെ ആവശ്യം നമുക്കില്ല, പാർട്ടി നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വേണ്ട. പിന്നെ അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ലെഡ്ജർ അതൊക്കെ നമുക്ക് എന്താ നോക്കാനുള്ളതാണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഇവിടെ കേരള ഫെഡ്സസ് വേണം, HSN കോഡ് നമുക്ക് വേണം, GST അനാലിസിസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. വേ ബിൽ നമ്പർ വേണം, LUTയുടെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ വേണ്ട. പിന്നെ ടാക്സ് എമൗണ്ട്, എക്സ്പോർട്ട് ഇൻവോയ്സ് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ ഇവിടെ ടൈറ്റിൽ എന്താണ് വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്തുകൊണ്ട് ആ ടൈറ്റിൽ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ GST ഇൻവോയ്സ് എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് അതിവിടെ കാണാൻ കഴിയും. പിന്നെ പ്രൊഫോമ ഇൻവോയ്സ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നോട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ഒപ്റ്റിമൈസ് ദ പ്രിന്റിംഗ് സേവ് പേപ്പർ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് പേപ്പർ സേവ് ചെയ്യുന്നു വേണ്ട, നമുക്ക് കുറച്ച് വേറെ സെറ്റിങ്സ് ആണ്. പിന്നെ നമ്മുടെ കമ്പനി നെയിം, കമ്പനി അഡ്രസ്സ് അതൊക്കെ കാണേണ്ട ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസുകൾ ഷോ ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് നെയിം
നമ്മളിവിടെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ഹോൾഡർ നെയിം ആവശ്യമുണ്ട്, അത് നമ്മളവിടെ കൊടുത്ത് ടാക്സ്, പാർട്ടിയുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, നെയിം ഓഫ് അഡ്രസ്സ്, ഈ വിഷയങ്ങൾ അതിലൊന്നും നമുക്ക് വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ പ്രിന്റർ എന്നുള്ള ഓപ്ഷനിൽ വന്ന് നമ്മൾ എൻ്റർ ചെയ്താൽ നമുക്ക് നിലവിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആക്റ്റീവായി കിടക്കുന്ന എല്ലാ പ്രിന്ററുകളും കാണാൻ കഴിയും. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇത്രയും പ്രിന്ററുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കനോണ്, പിന്നെ കനോണിൻ്റെ വേറെ 2 കോപ്പി എന്നുള്ള ഓപ്ഷൻ, പിന്നെ ഫാക്സ്, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ PDF ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ XPS ഡോക്യുമെൻ്റ് റൈറ്റർ ഉണ്ട്, പിന്നെ OneNote ഉണ്ട്. OneNote വിൻഡോസിൻ്റെ ഉണ്ട്, PDF എന്ന് പറഞ്ഞാൽ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ ചെയ്തത്, പിന്നെ ഒരു ഷെയറിങ്ങിൽ എപ്സൺ എന്ന് പറയുന്ന വേറെ കമ്പ്യൂട്ടർ ഉണ്ട്. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ നിലവിലുണ്ട്. ഈ റെഡി എന്നുള്ളതിലേക്ക് മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഓഫ്ലൈനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇപ്പം നിലവിലത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രിന്റർ മാത്രമേ എൻ്റെ ആക്റ്റീവായിട്ട്, ഇത്രയും പ്രിന്ററുകളുണ്ട്, ഇതൊക്കെ നമുക്ക് PDF ആയിട്ടൊക്കെ ചെയ്യാനുള്ളതാണ്. പ്രിന്റർ ഇത് മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. നമുക്ക് PDF ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പേജ് മറ്റു വിഷയങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. നമുക്കിവിടെ നമ്പർ ഓഫ് കോപ്പീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ അത് 3 എന്നുള്ളത് കൊടുക്കാം. 3 ബില്ലുകളായിരിക്കും പല ഷോപ്പുകളും പ്രിന്റ് ചെയ്യുക. ഒന്ന് അത് കസ്റ്റമർ കൊടുക്കാൻ, മറ്റൊന്ന് ട്രാൻസ്പോർട്ടർ കൊടുക്കാൻ, മൂന്നാമത്തൊന്ന് നമുക്ക് തന്നെ ഒരു ബിൽ കോപ്പി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇനി ഇതിൻ്റെ ഒരു വ്യൂ നോക്കാം. നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് മറ്റു നമുക്ക് സിമ്പിൾ ഫോർമാറ്റ് തന്നെ ചെയ്ത് നോക്കാം, അതായിരിക്കും ഒന്നുകൂടി കാണാൻ സുഖം ഉണ്ടായി. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ എടുക്കാം, Ctrl+Z അടിക്കാം. അത് നമുക്കറിയാം, ഇതിൽ സബ്ജക്റ്റ് ടു മഞ്ചേരി ജൂറിസ്ഡിക്ഷൻ എന്ന് കാണുന്നുണ്ട്. അത് നമ്മളെ വൗച്ചർ ടൈപ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തതാണ്. പിന്നെ ഒറിജിനൽ ഫോർ റെസിപ്പിയന്റ്, ഇത് 3 ബില്ലുള്ളതുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റിൽ അങ്ങനെ ഒരു എഴുത്ത് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. ഇൻവോയ്സ് നമ്പറും റെഫറൻസ് നമ്പറും GST ഇൻവോയ്സ് ഉണ്ട്, തൊട്ട് താഴെ തന്നെ GST ഇൻവോയ്സ് നമുക്ക് വീണ്ടും കാണാം. പിന്നെ പാർട്ടിയുടെ നെയിം, സ്റ്റേറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ്, അതിൻ്റെ HSN കോഡ്, പാർട്ടി നമ്പർ എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ പാർട്ടി നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരും. നിലവിൽ നമ്മൾ പാർട്ടി നമ്പർ കൊടുക്കാത്തതിനാണ് അവിടെ പാർട്ടി നമ്പർ വന്നിട്ടുള്ളത്. ആ കോളം നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കിയിടാം. പിന്നെ ഏറ്റവും അടിഭാഗത്ത് വന്നാൽ നമ്മളിപ്പോൾ കമ്പനിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരുന്നു, ആ ആഡ് ഡീറ്റെയിൽസും കൂടി നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബില്ലിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൽ വേറെ കാര്യം കൂടി ഉള്ളത്, ഇപ്പം നമ്മൾ ആൾട്ടറിൽ വരുന്നു, വൗച്ചർ ടൈപ്സിൽ വന്നിട്ട് B2B സെയിൽസ് എടുക്കുക. ഇനി നമ്മളിവിടെ ആഫ്റ്റർ വൗച്ചർ ആഫ്റ്റർ സേവിങ് എന്നുള്ളത് നമ്മൾ എസ് ചെയ്തിട്ടുണ്ട്. GST ഇൻവോയ്സ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഈ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മഞ്ചേരി ജൂറിസ്ഡിക്ഷൻ ആണ്. ഇവിടെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ഡിക്ലറേഷനുകൾ ഉണ്ടായിരിക്കും. അതത് ഡിക്ലറേഷനുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഇത്ര ദിവസത്തിനകം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഡ്രസ്സുകൾ കടയ്ക്കുകയാണെങ്കിൽ അലക്കിയ ഡ്രസ്സുകൾ തിരിച്ചെടുക്കില്ല, അങ്ങനെ കുറെ നിബന്ധനകളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷനുകൾ ഉണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. നെയിം ഓഫ് ക്ലാസ് എന്നുള്ളതിന് വിശാലമായ മറ്റൊരു ഏരിയയാണ്. ഇപ്പൊ നമ്മൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ബില്ല് പ്രിന്റ് എടുക്കുന്ന സമയത്ത് പ്രിന്റിന്റെ ഓപ്ഷൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് Ctrl+P ചെയ്യാം. P ഫോർ പ്രിന്റ് എന്നുള്ളതിന്റെ P പ്രസ് ചെയ്യാം. ഡിക്ലറേഷനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. അത് 3 ബില്ലുണ്ട്. നമ്മളിങ്ങനെ ഇതൊറ്റ ബില്ലുള്ളൂ. നമ്മളത് ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് അത് 3 എന്നുള്ളത് കൊടുത്തു. ഇതിന്റെ പ്രിവ്യൂ എടുക്കുക. അപ്പോൾ ഇതിൽ 3 ബില്ലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് ഒറിജിനൽ ഫോർ റെസിപ്പിയന്റ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാം. രണ്ടാമത്തെ ബില്ലാണ് ഇനി വരുന്നത്. അതിൻ്റെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ എന്നുള്ളത് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ബില്ല്, ഇത് മൂന്നാമത്തെ ബില്ലാണ്. സോറി, ഇവിടെ ട്രിപ്പിക്ലേറ്റ് ഫോർ സപ്ലയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സുകളെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് വോച്ചറും റെസിപ്റ്റ് വോച്ചറുകളൊക്കെ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും മറ്റു വിഷയങ്ങളാണ് അടുത്ത വീഡിയോകളിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇത് എക്സലിക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കറണ്ട് എന്നുള്ളത് ചോദിക്കും. അതായത് നിലവിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചതാണോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കറണ്ട് എന്ന് കൊടുത്താൽ നമുക്ക് ഇതിന്റെ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും.
അപ്പോൾ നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ അതിൻ്റെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ PDF ആണ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് PDF മാറ്റണമെന്നുണ്ടെങ്കിൽ PDF മാറ്റാം, JPG ഉണ്ട്, Excel ഉണ്ട്, ഏത് രീതിക്കും മാറ്റാം. ഞാനിവിടെ JPG ഫോർമാറ്റിക്കാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എസ്കേപ്പ് ചെയ്യാണ്. സെൻഡ് എന്നുള്ളതിൽ നോക്കിയാൽ നമുക്ക് JPG ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ ലൊക്കേഷൻ കാണത് പോയിട്ടുണ്ടാകുക. ജസ്റ്റ് അതിൻ്റെ ലൊക്കേഷൻ കൂടി നമുക്ക് നോക്കാം. നമ്മളിവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കറണ്ട് എന്നുള്ളതിൽ പോയി കോൺഫിഗറേഷനിൽ പോയാൽ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മോട് ചോദിക്കുന്നത് എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ ഇവിടെ ഫോൾഡർ പാത്ത് എന്നുള്ളിടത്ത് ഇതാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കിത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ പോവാം. ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇതാണ് ഇപ്പൊ നമ്മൾ എടുത്ത JPG. അപ്പൊ നമുക്ക് ആ ഒരു പ്രിന്റ് നമുക്ക് JPG ഫോർമാറ്റിക്കോ അല്ലെങ്കിൽ PDF ഫോർമാറ്റിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി എന്തുണ്ട് നമുക്ക് അതിൽ ഉള്ളൊരു ഓപ്ഷനാണ്. ചില ആളുകൾക്കൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവരുടെ മെയിലൊക്കെ അറ്റാച്ച് ചെയ്താൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെയിൽ കൂടെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനുകളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇവിടെ വെബ് പോർട്ടൽ ഇങ്ങനത്തെ കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. വെബ് പോർട്ടൽ കൊടുത്താൽ നമുക്ക് അതിൻ്റെ URL സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എൻ്റർ അടിക്കുന്നതോടുകൂടി അത് അവരുടെ മെയിലിൽ തന്നെ നമ്മുടെ മെയിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് മെയിൽക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ടാലിയുടെ ഡെവലപ്പിംഗ് ലാംഗ്വേജ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് വാട്സപ്പിലോട്ട് നമുക്ക് ഈ PDF ഫോർമാറ്റ് മറ്റു വിഷയം PDF നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് സെയിൽസിൻ്റെ ബിൽ കസ്റ്റമൈസേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ, റെസിപ്റ്റ് വൗച്ചർ, ജേണൽ വൗച്ചറൊക്കെ ഒന്നുകൂടി കുറച്ച് ആൾക്കാരെ പേയ്മെൻറ്റ് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാണ്ട്. അതിനുശേഷം കുറച്ച് എക്സ്പെൻസുകൾ കൂടി നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അങ്ങനെ അനുബന്ധ റിപ്പോർട്ടുകളും മറ്റു വിഷയങ്ങളും നോക്കിയാൽ ഏകദേശം നമ്മൾ കവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ടാവും. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നു. ഗുഡ് ബൈ.